പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ആദ്യമേ തന്നെ രേഖപ്പെടുത്തട്ടെ. 2-3 വർഷങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തെ അറിയപ്പെടുന്ന സാഹിത്യോത്സവങ്ങളുടെ മേഖലയിൽ അടയാളപ്പെടും വിധം ഈ പുസ്തകോത്സവം ശ്രദ്ധേയമായിട്ടുണ്ട്. പല കാര്യങ്ങളിലും ഇതര നിയമസഭകൾക്കും ഇന്ത്യൻ പാർലമെന്റിനെയും മാതൃക കാട്ടിയിട്ടുള്ള കേരള നിയമസഭ സാഹിത്യോത്സവത്തിൻ്റെ കാര്യത്തിലും മാതൃക കാട്ടാൻ തയ്യാറായിരിക്കുന്നു എന്നതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. നമ്മുടെ ഇളം തലമുറയെ അക്ഷരങ്ങളുടെ പുസ്തകങ്ങളുടെ വെളിച്ചത്തിലേക്ക് വലിയ തോതിൽ ആകർഷിക്കുന്ന വിധത്തിലാണ് നടത്തപ്പെടുന്നത് എന്നതും പുറത്തുനിന്ന് വളരെ പ്രമുഖരായ സാഹിത്യ പ്രതിഭകൾ എത്തുന്നു എന്നതും അവരുമായി ആശയവിനിമയം നടത്താൻ കേരളത്തിലെ വായനാ സമൂഹത്തിന് ഇത് അവസരമൊരുക്കുന്നു എന്നതും നമുക്കെല്ലാം സന്തോഷം പകരുന്ന കാര്യമാണ്. എഴുത്തുകാർ അംഗീകൃത നിയമനിർമ്മാക്കൾ തന്നെയാണ് എന്ന് ഒരു ഇംഗ്ലീഷ് സാഹിത്യകാരൻ പറഞ്ഞിട്ടുണ്ട്. നിയമസഭയിലുള്ളതാകട്ടെ അംഗീകൃത നിയമനിർമ്മാതാക്കളുമാണ്. രണ്ടാമത്തെ കൂട്ടൽ ആദ്യത്തെ കൂട്ടൽ സംഗമിക്കുന്ന സംവാദ രീതി കൂടിയാണ് ഇവിടെ ഒരുങ്ങുന്നത്. എഴുത്തുകാർ സമൂഹത്തിൻ്റെ മാനസിക ജീവിതത്തിനുള്ള നിയമങ്ങൾ സർഗാത്മകമായി ഒരുക്കുന്നു. എംഎൽഎമാർ ജനങ്ങളുടെ ഭൗതിക ജീവിതത്തിലുള്ള നിയമങ്ങൾ ഭരണഘടനാപരമായി ഒരുക്കുന്നു. ഇരു നിയമങ്ങളും ഇവിടെ സംഗമിക്കുകയാണ്. കേരള നിയമസഭയ്ക്ക് സാഹിത്യ പ്രതിഭകൾ ഒരിക്കലും അന്യമായിരുന്നിട്ടില്ല. പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരിയും തോപ്പിൽ വാസിയും മുതൽ പ്രൊഫസർ എം കെ സാലും കവി അടങ്ങേട്ട രാമകൃഷ്ണൻ വരെയായി എത്രയോ പ്രതിഭർ നമ്മുടെ സഭയിൽ അംഗങ്ങളായിട്ടുണ്ട്. സാഹിത്യ പ്രതിഭകൾ ദേശീയ തലത്തിലെ പരമോന്നത പുരസ്കാരങ്ങൾ നാടിനും ഭാഷയ്ക്കും സംസ്കാരത്തിനുമായി നേടിത്തരുമ്പോൾ അവരെ ഏകണ്ഠമായി പ്രശംസിച്ച ചരിത്രവും ഈ സഭയ്ക്കുണ്ട്. സഭയിൽ അംഗങ്ങളായിരുന്ന EMS, അച്യുതമേനോൻ, പി ഗോവിന്ദപിള്ള, ME ബാലറാം തുടങ്ങി എത്രയോ പ്രമുഖർ സാഹിത്യരംഗത്തുകൂടി സംഭാവനകൾ ചെയ്തവരാണ് എന്നതിൻ്റെ സ്മരണ ഉയർത്തുന്ന പശ്ചാത്തലവും നമുക്കുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ നിയമസഭാ പുസ്തകോത്സവം നടത്താൻ തീരുമാനിച്ചതിൽ പ്രത്യേകമായ ഒരു ഔചിത്യ ഭംഗിയുണ്ട്. അത് ഗംഭീരമായ വിജയമാകുന്നു എന്നത് നമ്മുടെ അഭിമാനമാണ്. പുസ്തകോത്സവവുമായി ബന്ധപ്പെട്ട് ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കാൻ ആഗ്രഹിക്കുകയാണ്. യുനെസ്കോക്ക് ഓരോ വർഷവും ഓരോ നഗരത്തെ ലോക പുസ്തക തലസ്ഥാനമായി അംഗീകരിക്കുന്ന
ഒരു പദ്ധതിയുണ്ട്. ഡൽഹി ഈ വിധത്തിൽ ഒരിക്കൽ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു നഗരത്തിന് യുണൈറ്റഡ് നേഷൻസിൻ്റെ പുസ്തക തലസ്ഥാനം, വേൾഡ് ബുക്ക് ക്യാപിറ്റൽ എന്ന പദവിക്ക് അർഹതയുണ്ടെങ്കിൽ ആദ്യം തന്നെ പരിഗണനയ്ക്ക് വരേണ്ടത് നമ്മുടെ ഈ കേരളത്തിൻ്റെ നഗരങ്ങളാണ്. തലസ്ഥാനത്തിന് പുസ്തകോത്സവങ്ങളോടുകൂടി തലസ്ഥാനമാവാനുള്ള സർവ്വയോഗ്യതയുമുണ്ട്. ഇതിനായി യുനെസ്കോക്ക് ഈ പുസ്തകോത്സവത്തിൻ്റെ ദൃഷ്ടാന്തം കൂടി മുൻനിർത്തി ബഹുമാനപ്പെട്ട നിയമസഭാ സ്പീക്കർക്ക് കത്തയക്കാവുന്നതാണ് എന്ന് തോന്നുന്നു. യുനെസ്കോ അത് അംഗീകരിക്കുമെന്നും കോഴിക്കോട് ലോക സാഹിത്യ നഗരിയായതുപോലെ തിരുവനന്തപുരം യുനെസ്കോയുടെ വേൾഡ് ബുക്ക് ക്യാപിറ്റൽ സ്ഥാനത്തിന് അർഹമാവുമെന്നും പ്രത്യാശപ്പെട്ടു. 1945 UN രൂപീകൃതമായി. അതേ വർഷം തന്നെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചു. നമ്മൾ ഇപ്പോൾ SPCS രജിസ്റ്റർ ചെയ്യുന്നതും അന്നാണ്. നാഷണൽ ബുക്ക് സ്റ്റാൾ തുറക്കുന്നതും അന്നാണ്. UN-ന്റെ സമാരംഭത്തിൽ തന്നെ അക്ഷരവുമായി ബന്ധപ്പെട്ട ഒട്ടനവധി പ്രസ്ഥാനങ്ങൾ ആഘോഷപൂർവ്വം ആരംഭിച്ച ഈ കേരളത്തിൻ്റെ തലസ്ഥാനത്ത് തന്നെയാണ് യുനെസ്കോയുടെ വേൾഡ് ബുക്ക് ക്യാപിറ്റൽ പദവി കിട്ടേണ്ടത്. അത് നേടിയെടുക്കുമെന്ന പ്രതിജ്ഞയോടെ ആവട്ടെ ഈ അക്ഷരോത്സവത്തിൻ്റെ സംരംഭം. ഈ പദവി ലഭിക്കുന്നതിലൂടെ ലോക സാഹിത്യ ഉത്സവ ഭൂപടത്തിൽ അടയാളപ്പെടട്ടെ ഈ തിരുവനന്തപുരം. ഇത്തവണത്തെ നിയമസഭാ പുരസ്കാരം M. മുകുന്ദന് സമർപ്പിക്കുക. പരമ്പരാഗതവും സാമ്പ്രദായികവുമായ എഴുത്തിൻ്റെ വഴിയിൽ നിന്ന് മാറി നടന്നുകൊണ്ട് രചനയിലും ആസ്വാദനത്തിലും പുതുവഴി വെട്ടിത്തുറന്ന M. മുകുന്ദൻ്റെ സ്ഥാനം മലയാളത്തിൽ ഏറ്റവും അധികം വായനക്കാരുള്ള എഴുത്തുകാരുടെ നിലയിലാണ്. തകഴി, കേശവദേവ്, വൈക്കം മുഹമ്മദ് ബഷീർ, ലളിതാംബികാന്തർജനം, പൊൻകുന്നം വർക്കി, ചെറുകാട് തുടങ്ങിയ നവോത്ഥാന സാഹിത്യ പ്രതിഭകളുടെ തലമുറയ്ക്ക് ശേഷം മലയാള കഥാനോവൽ സാഹിത്യ മണ്ഡലങ്ങളിൽ ഏറ്റവും അധികം മുഴങ്ങി നിന്നത് OV വിജയൻ്റെയും M. മുകുന്ദൻ്റെയും ആനന്ദിൻ്റെയും ശബ്ദങ്ങളാണ്. തൊട്ടു മുൻപുള്ള തലമുറയുടെ ചരിത്രത്തെ വ്യാഖ്യാനിച്ചും സമകാലിക ജീവിതത്തെ പ്രതിഫലിപ്പിച്ചും പുതിയൊരു സാഹിത്യം ഉണ്ടാക്കി. 3ാമത് എഡിഷൻ സന്തോഷപൂർവ്വം ഉദ്ഘാടനം നിർവഹിച്ചതായും നിയമസഭാ പുരസ്കാരം അഭിമാനപൂർവ്വം M. മുകുന്ദന് സമർപ്പിച്ചതായും അറിയിച്ചുകൊണ്ട് അവസാനിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിപ്രായം. Chairman of today's function, Honorable Speaker of Kerala's Assembly, Shri N. Shamsheer, the inaugurator of this function, Honorable Chief Minister of Kerala,
Shri Pinto Vijayanji, the Leader of the Opposition, Shri V.D. Satsyanji, Deputy Speaker, Chitam Gopkumar, the Ministers on the Honorable Minister on the dais,